എല്ലാ കൂട്ടുകാർക്കും ദാസേട്ടൻ കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നോയമ്പൊക്കെ എടുത്ത് മണ്ഡലവ്രതം എടുത്തിരിക്കുന്നവർക്ക് കഴിക്കാൻ പറ്റിയ ഒരു പുഴുക്കാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കണേ. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ചേന എടുത്തിട്ടുണ്ട്. പിന്നെ പച്ചക്കായ ഇതേ വലുപ്പത്തിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ അതിലേക്ക് ഒരു 100 ഗ്രാം ചെറുപയറാണ് എടുത്തിരിക്കുന്നത്. പച്ചക്കായൊക്കെ നമ്മൾക്ക് ഇതേപോലെ തന്നെ തൊലി അല്പമൊക്കെ ഇരുന്നോട്ടെ. അപ്പോൾ ഈ ചെറുപയർ ഞാൻ ഒരു 10-15 മിനിറ്റ് ഒന്ന് വെള്ളത്തിലിട്ട് വയ്ക്കുന്നുണ്ട്. ഇനി ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന ചേനയും പച്ചക്കായും ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ച ചെറുപയറും കൂടി ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 3-4 പച്ചമുളക് കീറിയതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് നികരെ വെള്ളം ഒഴിക്കുന്നു. കാരണം ഈ വെള്ളം നമ്മൾ ഊറ്റി കളയുന്നില്ല. എന്നിട്ടിത് നമ്മൾ നല്ലപോലെ ചൂടായതിന് ശേഷം കുക്കറിൻ്റെ മൂടി അടച്ചു വയ്ക്കുക. എന്നിട്ടിത് 2 വിസിൽ വരണം. അത്രമാത്രം മതി. ആ ചേനയും പച്ചക്കായും നന്നായി വെന്ത് കിട്ടും. അപ്പോഴേക്കും നമുക്കിതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കാൻ വേണ്ടി ഒരു മിക്സിയുടെ ജാറിലേക്ക് അരമുറി തേങ്ങ ചിരവിയത്, ഇനി എരിവിന് ആവശ്യമുള്ള പച്ചമുളക് ഒരു 3 എണ്ണം, പിന്നെ ഒരല്പം ചെറിയ ജീരകം, ഒരല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം അതിലേക്ക്. പിന്നെ ഒരല്പം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് അല്പം വെള്ളം ഒഴിച്ച് നമ്മൾ തരിതരിപ്പായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ ഇതുപോലെ പുഴുക്ക് ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റ് ആയിരിക്കും. ചെറുപയർ, പച്ചക്കായ, ചേന. അപ്പോൾ നമ്മൾ 2 വിസിലെല്ലാം വന്ന് കുക്കർ നമുക്കൊന്ന് തുറന്ന് നോക്കാം. കഷ്ണമൊക്കെ പാകത്തിന് തന്നെയാണ് വെന്തിരിക്കുന്നത്. നമുക്ക് ആ വെള്ളം തന്നെ കറക്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നോമ്പൊക്കെ എടുത്തിരിക്കുന്നവർക്ക് ഏറ്റവും നല്ല ഹെൽത്തി ആയ ഭക്ഷണം തന്നെയായിരിക്കും ഇത്. മിക്കവാറും നമ്മൾക്ക് കിട്ടാറുള്ളത് ഉപ്പുമാവ്, പഴം, പുഴുക്ക് ഒക്കെ തന്നെയാണ്. അപ്പോൾ നമ്മൾക്ക് ആ അരപ്പ് അതിലേക്ക് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾക്ക് എരിവെല്ലാം കറക്റ്റായിട്ട് ഉണ്ടാകും. കാരണം തേങ്ങയിൽ നമ്മൾ പച്ചമുളക് ചേർത്തു, കഷ്ണം വേവിക്കുമ്പോൾ നമ്മൾ ചേർത്തിട്ടുണ്ട്. അപ്പോൾ എരിവെല്ലാം കറക്റ്റായി വന്നിട്ടുണ്ടാവും. അപ്പോൾ ഏകദേശം ഇതേ പരുവത്തിലിരിക്കും. ഇനി നമുക്കതൊന്ന് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഞാൻ അതിലേക്ക് ഒരല്പം കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അല്പം ഒന്ന് പോരാകെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കറക്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇപ്പോൾ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വയ്ക്കുക. അതിലേക്ക് 2-3 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ അല്പം കടുകിട്ട് പൊട്ടിച്ച് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു 2-3 ചുവന്ന മുളക് പൊട്ടിച്ച് ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് ഒരു 5-6 ചുവന്നുള്ളി പൊടിയായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ പുഴുക്കിന് ഉള്ളി ഇങ്ങനെ വറവിട്ടിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് ചെയ്യാറുണ്ട്. പിന്നെ അതിലേക്ക് 2 കരിവേപ്പില, 2 തണ്ട് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ചെറുതായി ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ആ വേവിച്ച് വെച്ചിരിക്കുന്ന പുഴുക്ക് അതിലേക്ക് ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ അടിപൊളി സ്വാമിമാർക്കുള്ള പുഴുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സ്വാമിമാർക്ക് മാത്രമല്ല എല്ലാവർക്കും ഇത് കഴിക്കാൻ നല്ലൊരു ഹെൽത്തി ആയിരിക്കും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മളെ പുഴുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനതൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു നേരം അരി ഭക്ഷണം കഴിക്കുന്നവർക്ക്, സ്വാമിമാർക്കൊക്കെ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീണ്ടും നല്ല വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.